നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം വലിയ വിവാദങ്ങളിലേക്ക് ആളിപ്പടർന്നപ്പോഴും മൗനം തുറന്ന താരസംഘടന അമ്മ ഇന്ന് ആ മൗനം വെടിഞ്ഞു. പക്ഷേ സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചോ മാഫിയയെക്കുറിച്ചോ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ സംഘടനാ നേതൃത്വം കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്ന് പറഞ്ഞ് കൈമലർത്തി. റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറയുമ്പോഴും ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഒറ്റപ്പെട്ടതാണെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വിശദീകരിച്ചു. നേതൃത്വത്തെ പരസ്യമായി തിരുത്തിയും WCCയെ പിന്തുണച്ചും ജഗദീഷ് നടത്തിയ പ്രതികരണം അമ്മയിലെ ഭിന്നതയുടെ വ്യക്തമായ ചിത്രമാണ്. പ്രത്യേക പരിപാടി ആരംഭിക്കുന്നു. സ്റ്റാർട്ട് ആക്ഷൻ. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്തവർ നേരിട്ട് കേസ് നൽകണമെന്ന നിലപാടിലാണ് സർക്കാർ ആഭ്യന്തര വൃത്തങ്ങൾ. കമ്മിറ്റിക്ക് മുമ്പാകെ നിരത്തപ്പെട്ട രേഖകളും സംസാരിക്കുന്ന തെളിവുകളും നേരനുഭവങ്ങളും മാത്രം മതി കേസെടുക്കാനെന്ന പ്രതിവാദം അതൊരു ഭാഗത്ത് ശക്തമായി നിൽക്കുകയും ചെയ്യുന്നു. സർക്കാരിന് മുന്നിൽ സത്യത്തിൽ എന്താണ് വഴി എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. KR ഗോപികൃഷ്ണനും ഒപ്പം തന്നെ S വിജയകുമാറും നമുക്കൊപ്പം ചേരും. ആദ്യം ഗോപികൃഷ്ണനിലേക്കാണ്. KR ഗോപികൃഷ്ണൻ, സർക്കാർ അടിമുടി പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പല ഘടകങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ റിപ്പോർട്ട് പുറത്തു വരാൻ എന്തേ ഇത്ര കാലതാമസമുണ്ടായി എന്നുള്ള ചോദ്യം ഒരു ഭാഗത്തുണ്ട്. ആ റിപ്പോർട്ടിലെ ചില നിർദ്ദേശിക്കപ്പെടാത്ത ഭാഗങ്ങൾ എന്തുകൊണ്ട് വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. സർക്കാരിന് ഈ വിഷയത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും, നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ചോദ്യവും അത് സർക്കാരിന് മുന്നിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു അനിശ്ചിതത്വവും നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ഇന്ന് താരസംഘടനയായ അമ്മയുടെ നേതൃത്വം വാർത്താ സമ്മേളനം നടത്തുമ്പോഴും അവരും വിശദീകരിക്കുന്നത് അവരും ആ പന്ത് സർക്കാരിൻ്റെ കോർട്ടിലേക്കാണ് തട്ടുന്നത്. ക്രിമിനൽ നടപടി സർക്കാർ അന്വേഷിച്ച് അതിൽ നടപടിയെടുക്കട്ടെ എന്നുള്ള നിലപാടാണ് അമ്മയും സ്വീകരിക്കുന്നത്. സർക്കാരിന് മുന്നിൽ എന്താണ് പോംവഴി? KR ഗോപികൃഷ്ണൻ. റിജിത്ത്, ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവമുള്ള ലൈംഗിക ചൂഷണം സിനിമയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന വ്യക്തമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നിയമപരമായി നേരിടണം എന്നൊക്കെ ശുപാർശ ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നീട് സർക്കാരിന് മറുപടി പറയേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്ന ശേഷവും ഈ കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ എന്താണ് സർക്കാരിന് തടസ്സമായിട്ടുള്ളത് എന്ന്. സർക്കാർ തുടക്കം മുതൽ തന്നെ പറഞ്ഞത്, അതായത് മുഖ്യമന്ത്രി പറഞ്ഞത്, പരാതിക്കാർ സ്വമേധയാ പരാതിയുമായി വരികയാണെങ്കിൽ സർക്കാരിന് നടപടിയെടുക്കാൻ ഒരു തടസ്സവുമില്ല എന്നതാണ്. ഇതേ നിലപാടാണ് സർക്കാർ ഹൈക്കോടതി ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായം ആരാഞ്ഞപ്പോഴും പറഞ്ഞത്. പരാതിക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കേസെടുക്കാൻ കഴിയുമെന്ന്. മറ്റൊരു നിയമവശം കൂടി സർക്കാർ ഇതിന് കാരണമായി പറയുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസ് എടുത്ത് അന്വേഷണം നടത്താൻ സർക്കാരിന് കഴിയില്ല. കാരണം സുപ്രീം കോടതി ഉമ്മൻചാണ്ടിയുടെ കേസിൽ അങ്ങനെ ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാരിന് സ്വാഭാവികമായും പരാതിയും പരാതിക്കാരും ഒക്കെ ഉണ്ടാകണമെന്ന് മുൻ സിനിമാ മന്ത്രി AK ബാലൻ തന്നെ ഈ വിഷയത്തിൽ എടുത്ത സമീപനം. അദ്ദേഹം പറഞ്ഞത് 3 കാര്യങ്ങൾ യോജിച്ച് വരുമ്പോഴാണ് സർക്കാരിന് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുക. ഒന്ന്, പരാതിക്കാരുണ്ടാകണം, അതായത് പരാതി ഉണ്ടാകണം. രണ്ടാമത്, ഈ കാര്യത്തിൽ എന്താണ് സർക്കാരിൻ്റെ സമീപനം എന്നത് അറിയണം. മൂന്നാമത്, കോടതി ഇടപെടണം. ഈ 3 കാര്യങ്ങൾ കൂടി നടക്കുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുക എന്നാണ് സിനിമാ മന്ത്രി എടുത്ത നിലപാട്. നമുക്കറിയാം, ഈ വിഷയത്തിൽ നിയമ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് തടസ്സമുണ്ടോ എന്നതിൽ സർക്കാരിൽ നിന്ന് തന്നെ ഭിന്ന സ്വരങ്ങൾ നമ്മൾ കേട്ടു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. പിന്നീട് MP രാജേഷ് പ്രതികരിച്ചതും മന്ത്രി VN വാസവന് മറ്റൊരു നിലപാടായിരുന്നു. മുന്നണിക്കകത്തും ഇതുപോലെ തന്നെ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സർക്കാർ ആവർത്തിക്കുന്നത് കേസെടുക്കണമെങ്കിൽ പരാതിക്കാരുണ്ടാകണം. ആ നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു. CPIയും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ എന്ന് പറഞ്ഞതും കേസെടുക്കണമെങ്കിൽ മൊഴികൾ, അതായത് പരാതിക്കാരുണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ റീജിത്ത്, ഇപ്പോൾ അമ്മ ഔദ്യോഗികമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ ഇതിനെ ലഘൂകരിച്ച് കാണാൻ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ശ്രമിക്കുമ്പോഴും ഒരു കാര്യം അമ്മ പറയുന്നുണ്ട്. അതായത് ഇങ്ങനൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം? കേസെടുക്കണം. കേസെടുത്ത് കുറ്റക്കാരുണ്ടെങ്കിൽ ശിക്ഷിക്കണം. അത് സർക്കാർ ചെയ്യട്ടെ എന്ന മനോഭാവമാണ് അവർക്കുള്ളത്. അമ്മ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങൾക്കും നേരെ വിപരീത ദിശയിൽ ശക്തമായ നിലപാട് അറിയിച്ച് പിന്നീട് മാധ്യമങ്ങളെ കണ്ട ജഗദീഷും ഈ കാര്യത്തിൽ സർക്കാർ കേസെടുത്ത് അന്വേഷിക്കട്ടെ എന്നും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് തള്ളിക്കളയേണ്ടതല്ല എന്നും നടികൾക്ക് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നത് മലയാള സിനിമയിൽ നടികൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണെന്നും അതുകൊണ്ട് അവർ ഇത് ഭാവനയിൽ സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളല്ല, അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം. ഒരു കുറ്റകൃത്യം ഏത് സമയത്ത് നടന്നാലും അവർ പരാതിയായി വന്നാലും ഇല്ലെങ്കിലും സർക്കാരിന് മുന്നിൽ സംസാരിക്കുന്ന തെളിവുകൾ ഈ കമ്മിറ്റിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഈ നടപടി എടുത്തു പോകണമെന്നതാണ്. അപ്പോൾ ഇത്രയും വലിയ സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടാകുന്നുണ്ട്. നിയമപരമായി മറ്റെന്തെങ്കിലും ഒരു തടസ്സമുള്ളതായി നമുക്ക് പ്രഥമ ദൃഷ്ട്യാ കാണാൻ കഴിയുന്നില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ കേസുള്ളത്.
മുഴുവൻ റിപ്പോർട്ടുകളും, അതായത് ഈ റിപ്പോർട്ടിന്റെ സമഗ്രമായ രൂപം സീൽ വെച്ച കവറിൽ നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ച ഒരു കാര്യം, ഇത്രയും ഗുരുതരമായ അനുഭവ മൊഴികൾ നടിമാർ, ചലച്ചിത്ര പ്രവർത്തകർ കമ്മിറ്റിക്ക് മുൻപാകെ വിശദീകരിച്ചിട്ടും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ, കാരണം ഇതിലെ 48-ാം പേജിലെ 96-ാം ഖണ്ഡികയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട സർക്കാരിൽ നിന്ന് മിസ് ചെയ്തു പോയ, അല്ലെങ്കിൽ അറിയാതെ അബദ്ധത്തിൽ അത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി നമ്മുടെ കൈകളിൽ കിട്ടിയ 96-ാം ഖണ്ഡികയിൽ വ്യക്തമായി പറയുന്നു, ഈ മലയാളത്തിലെ വളരെ പ്രമുഖരായ ആളുകളിൽ നിന്നും അവർക്ക് ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് അവിശ്വസിക്കാൻ പാകത്തിലുള്ള ഒന്നുമില്ല. കാരണം കൃത്യമായ തെളിവുകൾ, അവർ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അവർ ലൈംഗിക കുറ്റകൃത്യത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് കമ്മിറ്റിക്ക് വ്യക്തമാണ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സർക്കാരിന് ഈ ഒന്നും മറച്ചുവെക്കാൻ കഴിയില്ല. സർക്കാരിന് ഈ ആവശ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ഗുരുതരമായ കുറ്റകൃത്യമുണ്ട് എന്ന് കമ്മിറ്റി കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ രേഖാമൂലം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, അതിനെ സാധൂകരിക്കുന്ന നിർണായകമായ തെളിവുകൾ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന ഭാഗം ഈ 48-ാം പേജിലെ 96-ാം ഖണ്ഡികയിലൂടെ നമ്മുടെ മുൻപിൽ സംസാരിക്കുന്ന ഒരു നിലപാടായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സർക്കാരിന് ഈ കാര്യത്തിൽ ഇനി ഉറച്ച ഒരു നിലപാട് എടുത്തേ ഗോപികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, സർക്കാർ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു വിവാദത്തിന്റെ ചുഴിയുണ്ട്, അത് നമുക്കറിയാം. അതിന്റെ പശ്ചാത്തലവുമൊക്കെ നമുക്കറിയാം. സിനിമാ മേഖലയിൽ നിന്ന്, കലാ സാംസ്കാരിക രംഗത്ത് നിന്നൊക്കെ ഉയർന്നു വരുന്ന, എന്തിന് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന ആളുകൾ പോലും വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തിനു വെട്ടിമാറ്റി എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അതിനിടയിൽ പ്രതിപക്ഷം ഒരു ഭാഗത്ത് അതിശക്തമായ പ്രതിഷേധത്തിനുള്ള ഒരുക്കങ്ങൾ കൂട്ടുന്നുണ്ട്. നിങ്ങൾ സിനിമാ കോൺക്ലേവ് നടത്താൻ പോവുകയാണെങ്കിൽ അത് നടത്തിക്കില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇതിനൊക്കെ ഇടയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അതോ കോടതിയുടെ കോർട്ടിലേക്ക് അത് വിടുക എന്നുള്ളതിലേക്കായിരിക്കുമോ സർക്കാർ പോവുക? റിജിത്ത്, വളരെ പ്രസക്തമാണ് ആ ചോദ്യം. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഈ കോടതിക്ക് മുന്നിൽ അത് എത്തുന്നതിന് മുൻപ് തന്നെ അതിലിടപെട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള സാധ്യതകളും മണിക്കൂറുകളും ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ അത് ഉപയോഗിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കോടതിക്ക് മുൻപാകെ ഒരു ഹർജി വരുന്നു. ആ ഹർജി വളരെ ഗൗരവത്തിൽ കോടതി പരിഗണിക്കുന്നു. സാധാരണ ഇത്തരം ഒരു ഹർജി വന്നാൽ ആദ്യ ദിവസങ്ങളിൽ അത്ര സീരിയസ് ആയ കോടതി അതിനെ ഗൗനിക്കണമെന്നില്ല. പക്ഷേ കോടതിയുടെ മുന്നിൽ വന്ന പ്രശ്നം എത്ര ഗൗരവമുള്ളതാണെന്നത് ആ സെക്കൻഡിലെ കോടതിയുടെ നിരീക്ഷണങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ റിപ്പോർട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് ചെയ്യാനാണ് നിങ്ങളിത് ഇത്തരം ഒരു പഠനം നടത്തി റിപ്പോർട്ട് വാങ്ങി വെച്ചത് എന്ന വളരെ ഗൗരവമുള്ള ചോദ്യം കോടതി ചോദിക്കുകയും അതിന്മേൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സർക്കാരോട് ചോദിക്കുകയും ചെയ്തു. തന്നെയുമല്ല, ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം എന്ന് വെച്ചാൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായ കമ്മിറ്റിക്ക് മുൻപാകെ ഇതിൽ കൊടുത്ത മൊഴികളടക്കം സമ്പൂർണ്ണ റിപ്പോർട്ടാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓർക്കണം, ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് കെ ഹേമ അവർ എഴുതിയിട്ടുണ്ട്. ഇതിലെ പല മൊഴികളും അവർ ഞങ്ങളുടെ കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ അത് ഞെട്ടി എന്ന്. അങ്ങനെ ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ഞെട്ടിയ മൊഴി അടങ്ങുന്ന ഒരു സമഗ്രമായ റിപ്പോർട്ട്, സമ്പൂർണ്ണമായ റിപ്പോർട്ടാണ് സീൽഡ് കവറിൽ ഇപ്പോൾ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് മുന്നിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അത് പരിശോധിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ളത് തന്നെ. അപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ സർക്കാരിന് പറഞ്ഞു നിൽക്കാം, എന്താണ് കോടതി തീരുമാനമെടുക്കട്ടെ, കോടതിക്ക് മുന്നിൽ വന്നല്ലോ. ഇന്ന് രാവിലെ മന്ത്രി സജി ചെറിയാൻ അത് തന്നെ പറഞ്ഞു, കോടതി തീരുമാനിക്കട്ടെ എന്ന്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, മുൻ മന്ത്രി, അദ്ദേഹവും പറയുന്നു ഇനിയിപ്പോൾ കോടതി മുൻപാകെ വന്നല്ലോ, കോടതി ഒരു തീരുമാനം എടുക്കട്ടെ എന്ന്. അപ്പോൾ കോടതിയുടെ കോർട്ടിലേക്ക് അങ്ങനെ ഇപ്പോൾ തട്ടിക്കൊടുക്കാം, ശരിയാണ്, സൗകര്യം. പക്ഷേ കോടതി അതിൻ്റെ ഗ്രാവിറ്റിയിൽ അത് പരിഗണിക്കാൻ പോകുന്ന സമയത്ത് സർക്കാരിനോടായിരിക്കും ചോദ്യങ്ങൾ. പ്രതിരോധത്തിലാകാൻ പോകുന്ന ആ സമയത്ത് സർക്കാരാകില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം അത്ര ഗൗരവമുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ ഉള്ളടക്കം എന്നത് നമ്മൾക്ക് മുൻപാകെ ലഭിച്ച പുറത്തു വന്ന ആ ഭാഗത്ത് തന്നെ വ്യക്തമാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇതിൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഇന്ത്യൻ പീനൽ കോഡ്, അതനുസരിച്ച് സ്ത്രീകൾക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ആരോപിച്ച് പരാതി ലഭിച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയാൽ 6 മാസത്തിൽ കുറയാത്തത് 2 വർഷം വരെ തടവ് ലഭിക്കാം. ആർക്ക്? പോലീസിന്. അപ്പോൾ എത്ര ഗൗരവമുള്ളതാണ് ആ വകുപ്പ്. ഇവിടെ പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്ന ഒരു ന്യായം. അതിനും ചില മറുപടിയുണ്ട്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഖണ്ഡിക 53, ആ ഖണ്ഡികയിൽ കൃത്യമായി പറയുന്നുണ്ട് സെക്ഷൽ ഡിമാൻഡ് മെയ്ഡ് ടു വുമൺ എന്നതാണ് അതിൻ്റെ ഉള്ളടക്കം, എന്നതാണ് അതിൻ്റെ ഏറ്റവും ഗൗരവമുള്ള ഭാഗം. അത് അനുസരിച്ച് ഈ ഭാരതീയ ന്യായ സംഹിതയിലെ 75 ഉപവകുപ്പ് 2 അനുസരിച്ച് 3 വർഷം വരെ തടവ് വിധിക്കാവുന്ന കുറ്റമാണ്. അതുപോലെ ഖണ്ഡിക 53 പാരഗ്രാഫ് 53 ഈ സൈലൻസിങ് വുമൺ അണ്ടർ ത്രട്ട്
എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മൊഴി കൊടുത്ത പലരും പറയുന്നുണ്ട് അവർ എന്തുകൊണ്ടാണ് ഇത് പുറത്തു പറയാത്തത്, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും, ഞങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കപ്പെടും, ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ത്രട്ടുണ്ട് ഈ മേഖലയിൽ നിന്ന്. അപ്പോൾ അത്തരമൊരു ഗൗരവമുള്ള കുറ്റകൃത്യം അത് 351 ഭാരതീയ ന്യായ സംഹിത 351 അനുസരിച്ച് 2 വർഷം വരെ തടവ് വിധിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഈ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച്, പഴയ ഇന്ത്യൻ പീനൽ കോഡിന്റെ പുതിയ രൂപം അതനുസരിച്ച് പറയാൻ കഴിയും. ഇപ്പോൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത CRPC, ക്രിമിനൽ നടപടി ചട്ടം എന്ന് നമ്മൾ പറയുന്ന പഴയ CRPCക്ക് പകരം വന്നതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതിലെ 176 അനുസരിച്ചും ഇത്തരം വിവരങ്ങളിൽ കേസെടുക്കണം എന്നതാണ് അതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇത് എന്തുകൊണ്ട് സർക്കാർ ഇത് എടുക്കുന്നില്ല എന്ന് നമുക്കൊരു പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഫ്രം ഇൻഫർമേഷൻ റിസീവ്ഡ് or otherwise an officer in charge of a police station has reason to suspect the commission of an offence which he is empowered under section 175 എന്ന് തുടങ്ങുന്നതാണ് ഈ പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഈ ഭാരത് നാഗരിക് സുരക്ഷാ സംഹിത CRPC, പഴയ CRPCക്ക് പകരം കൊണ്ടുവന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതിലെ 176, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ആ 176 അനുസരിച്ച് ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞാൽ, കേട്ടാൽ, വിവരം ലഭിച്ചാൽ എന്ത് ചെയ്യണം എന്നത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഗുരുതരമായ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നു, ഒരു ക്രൈം നടന്നു, അല്ലെങ്കിൽ അതിന് നീക്കം നടന്നു എന്ന വിവരം ആർക്കാണ് കിട്ടുന്നത്? സർക്കാരിനാണ് കിട്ടുന്നത്, മുഖ്യമന്ത്രിക്കാണ്. ഈ പറയുന്ന ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് 2019 കൊടുക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് 2019 ഡിസംബർ 31 കിട്ടിയ റിപ്പോർട്ടാണ്. അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടി ഇത്രയും നാൾ അതിൽ നടപടി എടുത്തില്ല, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അത് പോലീസിലേക്ക് കൈമാറിയില്ല, ഇതിലെ കാര്യങ്ങൾ പരിശോധിച്ചില്ല എന്ന് പറയുന്നത് അവിടെയും ഗുരുതരമായ ചട്ടലംഘനമുണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റീസിന് കൂട്ടുനിന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന നിലയാണ് പുതിയ നമ്മളുടെ ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ ആശയം. അതായത് ഇപ്പോൾ സർക്കാർ ഞാൻ പറഞ്ഞത് നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. സർക്കാർ ചില ന്യായം പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ AK ബാലൻ പറയുന്നത് ഈ നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, അതനുസരിച്ച് മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് FIR ഇട്ട് കേസ് എടുക്കാൻ കഴിയില്ല, അതിനൊരു പ്രതിസന്ധിയുണ്ട് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് ഈ പരാതിക്കാർ വന്നിട്ട് നേരിട്ട് മൊഴി നൽകാതെ, അല്ലെങ്കിൽ പരാതിക്കാർ പരാതിയായി വരാതെ കേസെടുക്കാൻ കഴിയില്ല, അങ്ങനെ കേസെടുത്താൽ പോരല്ലോ, ആ കേസ് നിലനിൽക്കണ്ടേ. ഇതൊക്കെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായങ്ങൾ. ഈ ന്യായം നിയമത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ നിലനിൽക്കുന്നതാണോ? അതിൽ നമുക്ക് ഒരു തർക്കത്തിന് വേണ്ടി അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സർക്കാർ ഒരു അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടോ? ഇതിലെ മൊഴി നിയമപരമായി നിലനിൽക്കുന്നതാണെന്ന് ആ ഏജൻസി പരിശോധിച്ചിട്ടുണ്ടോ? ആ മൊഴി നൽകിയ ഏതെങ്കിലും വനിതാ ചലച്ചിത്ര പ്രവർത്തകയോട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ SHO മാഡം നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ആ മൊഴി അത് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഒരു ക്രൈം നടന്നു എന്ന വിവരം ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം അത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ മൊഴി അനുസരിച്ച് കേസെടുക്കാതിരിക്കലോ അവിടെ നിൽക്കട്ടെ, അത് പോലീസിന് കൈമാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ അതോറിറ്റിക്ക് എന്ന് വെച്ചാൽ അത് അന്വേഷിക്കേണ്ട അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടോ, അവരെന്തെങ്കിലും തരത്തിൽ ഇതിൽ നീക്കം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനോട് ഒരു കാര്യം കൂടി, അമ്മ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിൽ, സമീപനത്തിൽ വിചിത്രമായി എന്തെങ്കിലും തോന്നിയോ? കാരണം ഇന്നിപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് തോന്നുക, അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ കേസെടുക്കട്ടെ, സാധാരണ നിലയിൽ പോലീസാണല്ലോ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അതിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അതിനുശേഷം പിന്നീട് ജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, അദ്ദേഹം ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഹേമ കമ്മിറ്റി എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത് എന്നൊരു വാചകം വായിക്കുന്നുണ്ട്. അതായത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മിറ്റി നിയോഗിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ മറ്റൊന്നായിരുന്നു, അതിനിടയിൽ ഇങ്ങനൊരു വിഷയം കൊണ്ടുവരേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു. ഇത് ഒരു ന്യായമായി അല്ലെങ്കിൽ ഒരു കാരണമായി അമ്മയും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അത് അമ്മയുടെ നിലപാടുകൾ ആത്മാർത്ഥതയുള്ളതാണെന്ന് നമ്മൾ കരുതണോ? സർക്കാരിൻ്റെ മേൽ ഒരു സമ്മർദ്ദമായി അമ്മയുടെ നിലപാട് മാറുമോ കേസെടുക്കണമെന്ന കാര്യത്തിൽ?
ഇക്കാര്യത്തിൽ അമ്മ സർക്കാരിന് മേൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്തുന്നതായി നമുക്ക് തോന്നുന്നതേയില്ല. തന്നെയുമല്ല, ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് അമ്മയ്ക്കൊന്നും അറിയില്ല, അതിലെ അംഗങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, അമ്മയിൽ ഇതുവരെ ആരും ഇത് ഉന്നയിച്ചിട്ടില്ല തുടങ്ങിയ വാദങ്ങളാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും അത് ആവർത്തിക്കാതിരിക്കാനും ഒക്കെയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത് എന്നതാണ്. ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചതെന്നാണ് അതിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജയൻ ചേർത്തല പറയുന്നത്. അതാണോ യഥാർത്ഥത്തിൽ ഉദ്ദേശമെന്നത് ഈ കമ്മിറ്റിയുടെ ആമുഖത്തിൽ തന്നെ കമ്മിറ്റി എന്തിനു വരുന്നു എന്നതിനെപ്പറ്റി ഉള്ള ഭാഗം വായിച്ചാൽ അതിൽ കുറെ കൂടി വ്യക്തത അദ്ദേഹത്തിനുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് അതിൽ വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. ഇത്തരമൊരു പരാതി ഒരു നടി, ഒരു വനിതാ ചലച്ചിത്ര പ്രവർത്തക, ഒരു അഭിനേത്രി 2006 നൽകിയ ഒരു പരാതിയെപ്പറ്റി സിദ്ദിഖിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. അദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണ്, അത്തരം ഒരു പരാതി കിട്ടി, അന്ന് ആ പരാതിയിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കാതിരുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നുവെന്ന്. അപ്പോൾ പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, അത്തരം ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്, ഇതുവരെ ആ പരാതിയിൽ നടപടി എടുക്കാത്തതിൽ ഖേദമുണ്ട് എന്നാണ് സിദ്ദിഖ് പറഞ്ഞൊഴിയുന്നത്. അപ്പോൾ പരാതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരാതികൾ കമ്മിറ്റിക്ക് മുൻപാകെ പരാതിയായി തന്നെ ലഭിക്കണമെന്നൊന്നുമില്ല. ആ കമ്മിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനയ്ക്ക് ഒരു പരാതിയായി ലഭിക്കണമെന്നില്ല. ഒരു രേഖാമൂലമുള്ള പരാതി ലഭിക്കാതെ തന്നെ ഇത്തരം ഒരു മോശമായ ഇടപെടൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടൽ ഒരു സിനിമാ സെറ്റിൽ ഉണ്ടായി എന്ന് സഹപ്രവർത്തകനായ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ അറിഞ്ഞാൽ അയാൾ അതിൽ ഇടപെടേണ്ടതാണ്. അത് ഗൗരവമുള്ളതാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട്, ഈ കോംപ്രമൈസ് എന്നതാണ് മലയാളത്തിലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട വാക്ക്. എന്ന് വെച്ചാൽ ഇതുമായി സമരസപ്പെട്ടു പോകണം എന്നതാണ് അവരെ ആദ്യം പഠിപ്പിക്കുന്നത് അത്രേ. അത് നമ്മൾ പറയുന്നതല്ല, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശമാണ്. കോംപ്രമൈസ് എന്ന വാക്ക് കോംപ്രമൈസ് എന്ന് നിരന്തരമായി കേൾക്കുകയും അത് ശീലിക്കുകയും ചെയ്യേണ്ട ഗതികേട് മലയാള സിനിമയിലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഉണ്ട് എന്നത് ജസ്റ്റിസ് കെ ഹേമ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പരാതി എന്നത് ഒരു പരാതി എഴുതിക്കൊണ്ട് ഒരു വനിതാ ചലച്ചിത്ര പ്രവർത്തക അല്ലെങ്കിൽ ഒരു നടി, അഭിനേത്രി അമ്മയുടെ കമ്മിറ്റിക്ക് മുൻപാകെ കൊടുക്കണമെന്നല്ല. അങ്ങനെ കൊടുത്തില്ലെങ്കിലും ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു സെറ്റിൽ എന്നൊരു നടി പറഞ്ഞാൽ അതിൽ ഇടപെട്ട് അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് അതിന് നിയമപരമായ പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ ബാധ്യത ഈ സംഘടനയ്ക്കുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അങ്ങനെ അതിൽ ഒരു കൃത്യമായ മറുപടി അത് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഒരു മറുപടി അതിൽ കിട്ടിയതായി എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, എന്താണ് കേസ് രജിസ്റ്റർ ചെയ്ത് എന്ന് വെച്ചാൽ FIR ഇട്ട് കേസെടുക്കേണ്ട കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് പുറത്തു വന്ന ഈ റിപ്പോർട്ടിന്റെ ഭാഗത്ത് ജസ്റ്റിസ് ഹേമ ഒരു ശുപാർശയായി തന്നെ വെച്ചിട്ടുണ്ട്, ഒരു നിർദ്ദേശമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ്, FIR രജിസ്റ്റർ ചെയ്യേണ്ട കേസുകൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ സിനിമാ സെറ്റിൽ നടക്കുന്നുണ്ട് എന്നത് ഞങ്ങൾ കണ്ടെത്തി എന്നത് ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായി ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് കെ ഹേമ എഴുതിയിട്ടുണ്ട് എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. അത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി നമ്മളൊക്കെ കണ്ടതാണ്. പിന്നെ ഇന്ത്യയിലെ ഒരു നിയമവും ബാധകമല്ലാത്ത ഒരു മേഖലയായി സിനിമാ ലൊക്കേഷനുകൾ, സിനിമാ സെറ്റുകൾ മാറി എന്നുകൂടി വളരെ അത്ഭുതത്തോടു കൂടി ഒരു ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ന്യായാധിപ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും ഇതിൽ നടപടിയെടുക്കേണ്ടതില്ല, ഇത് ശുപാർശ മാത്രമാണ്, ഇത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശമാണ്, അത് കോടതി പറഞ്ഞാൽ നോക്കാം എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ് എന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല, സാമാന്യ യുക്തിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളും പത്രങ്ങളും ഒക്കെ കാണുന്ന വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അതിൽ ഒരു തൃപ്തികരമായ മറുപടി വന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഉമ്മൻചാണ്ടി കേസൊക്കെ ചൂണ്ടിക്കാട്ടി മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാൻ കഴിയില്ലെന്ന സുപ്രീം കോടതി വിധിയെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഈ മൊഴിയിൽ എന്തെങ്കിലും ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി നടത്താൻ, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഇവരാരെങ്കിലും ഏൽപ്പിച്ചിരുന്നോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളുടെ അറിവിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ പറ്റി പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കാൻ സർക്കാർ നിയമിച്ചതായി നമ്മൾ കാണുന്നതേയില്ല. റിജിത്ത് ഗോപി. ശരി, അതിൻ്റെ നിയമവശം എങ്ങനെയാണ്, തുടർന്നുള്ള നിയമസാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശകലനം ചെയ്യുകയായിരുന്നു KR ഗോപികൃഷ്ണനും ഒപ്പം തന്നെ S വിജയകുമാറും. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണ് ഈ താരസംഘടന അമ്മയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭിന്നത എന്നുള്ളത്. സിനിമാ മേഖലയിലെ അതിക്രമം ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ നിലപാട് തള്ളുന്നു വൈസ് പ്രസിഡന്റായ ജഗദീഷ്. ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും ലൈംഗിക ചൂഷണത്തെ സാമാന്യവൽക്കരിക്കരുത് എന്നുമായിരുന്നു ജഗദീഷിൻ്റെ മറുപടി. കൊച്ചിയിൽ അമ്മയുടെ വാർത്താ സമ്മേളനം സിദ്ദിഖ് അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ വസതിയിൽ ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടു. റിപ്പോർട്ടിലുള്ള അമ്മയുടെ പ്രതികരണം വൈകിയതിലെ ജനറൽ സെക്രട്ടറിയുടെ ന്യായീകരണത്തെ തള്ളിയാണ് ജഗദീഷ് തുടങ്ങിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം
വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. സിദ്ദിഖ് നടത്തിയ ഓരോ വാദത്തിനും മറുപടി. സ്ത്രീകൾ അതിക്രമം നേരിടുന്നുവെന്ന റിപ്പോർട്ടിലെ മൊഴികൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ജഗദീഷ്. നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. അമ്മയുടെ പക്ഷവും അത് തന്നെ. റിപ്പോർട്ടിന്റെ പേരിൽ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളെയും അടച്ചാക്ഷേപിക്കരുത് എന്നായിരുന്നു സിദ്ദിഖിന്റെ അഭ്യർത്ഥന. എന്നാൽ ആരോപണ വിധേയർ അഗ്നിശുദ്ധി വരുത്തട്ടെയെന്ന് ജഗദീഷ് തുറന്നടിച്ചു. കോൺക്ലേവിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെന്ന് പറഞ്ഞ് സിദ്ദിഖ് ഒഴിഞ്ഞുമാറിയപ്പോൾ ഇരകളെയും വേട്ടക്കാരെയും ഒപ്പം ഇരുത്തരുത് എന്നും WCCയുടെ ആവശ്യം പരിഗണിക്കുമെന്നും ജഗദീഷ്. കോൺക്ലേവിന്റെ കാര്യത്തിൽ, ഘടനയുടെ കാര്യത്തിൽ ഈ WCC പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണ വിധേയരാണെന്ന് WCCക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തട്ടെ. എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ, എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ, ആരാണ് ഇപ്പൊ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. വിയോജിപ്പുകളാണ് തുറന്നു പ്രകടിപ്പിച്ചതെങ്കിലും ജനറൽ സെക്രട്ടറിയുമായി ഭിന്നതയില്ലെന്ന് പറഞ്ഞാണ് ജഗദീഷ് അവസാനിപ്പിച്ചത്. പിന്നാലെ സിദ്ദിഖ് വീണ്ടും മാധ്യമങ്ങളോട് താൻ പറഞ്ഞതിനെതിരായി ജഗദീഷ് ഒന്നും പറഞ്ഞിട്ടുണ്ടാകില്ലെന്ന് മറുപടി. 24 കൊച്ചി, തിരുവനന്തപുരം. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം, അതിലെ വെളിപ്പെടുത്തലുകൾ, അതൊക്കെ പൊതുസമൂഹം ഒന്നാകെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിലും അതിൽ സിനിമാ സംഘടനകൾക്ക് ഒരു പ്രത്യേക റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ ഇത് പഠിക്കാൻ സമയം വേണം, ഒരാഴ്ചയെങ്കിലും സമയം വേണം, ഇപ്പോൾ റിഹേഴ്സലാണ് എന്നുള്ള മറുപടിയൊക്കെയാണ് നമ്മൾ അമ്മ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ആ ഘട്ടത്തിൽ കേട്ടത്. പക്ഷേ പിന്നീട് ഉയർന്നു വന്ന വിമർശനം, വിവാദം, അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ബുദ്ധിയല്ല എന്ന തിരിച്ചറിവ് അമ്മ നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കിട്ട കൂടിയാലോചനകൾ പിന്നീട് ഉണ്ടാകുന്നു. ഇന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ടത് വിശദീകരിക്കാമെന്ന നിലപാടിലേക്ക് പിന്നീട് എത്തുന്നു. അങ്ങനെ സംഘടനയ്ക്കകത്ത് അത് വലിയ രീതിയിലുള്ള കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയൊരു ഭിന്നതയിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന് ജഗദീഷിന്റെ പ്രതികരണത്തിൽ വ്യക്തമല്ലേ ശ്രീകാന്ത്? റിജിത്ത്, ഇക്കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഈ അമ്മയിൽ ഉയർന്ന ആവശ്യമാണ് ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം ആ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന്. അത് പറഞ്ഞത് പുറത്തുനിന്ന് ആരെങ്കിലുമല്ല, അത് നേരെ മറിച്ച് അമ്മയ്ക്കുള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ അതിൽ എന്തെങ്കിലും പ്രതികരണം നടത്താൻ ആരും തയ്യാറായില്ല. നേരെ മറിച്ച് ഈ ഷോയുണ്ട് എന്നൊരു കാരണം കണ്ടെത്തി ഇതിൽ നിന്നും ഒളിച്ചോടാനാണ് അമ്മയുടെ ഭാരവാഹികൾ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അവരുടെ കൈവിട്ടുപോയി എന്നുള്ളതാണ് വസ്തുത. രാവിലെ മുതൽ കടുത്ത സമ്മർദ്ദം ഈ അമ്മയുടെ ഭാരവാഹികൾ നേരിടേണ്ടി വന്നു. അത് മാധ്യമങ്ങളിൽ നിന്നടക്കം വളരെ ശക്തമായ സമ്മർദ്ദം നേരിടേണ്ടി വന്നു. ഇന്ന് രാവിലെ നമ്മുടെ പ്രതിനിധി അശ്വിൻ പാലാഴി അടക്കമുള്ളവർ ഈ അമ്മയിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. ശേഷം അവരുടെ പ്രതികരണങ്ങൾക്ക് ശ്രമിച്ചു. രാവിലെ അവർ പറഞ്ഞത് തൽക്കാലം ഇപ്പോൾ വിശദീകരണമില്ല എന്നാണ്. പിന്നീട് അത് അവർ മാറ്റി പ്രസ് റിലീസ് ഇറക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ഓൺലൈനായി മീറ്റിംഗ് കൂടുമെന്ന് പറഞ്ഞു. അതുമെല്ലാം കഴിഞ്ഞ് പത്രസമ്മേളനം നടത്താമെന്ന് അറിയിച്ച് 3 മണിക്ക് പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. പക്ഷേ ഈ സമ്മേളനം നടത്തുമ്പോൾ പോലും 2 വിഭാഗമായി തിരിയുന്നു അമ്മയിലെ ആളുകൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു വശത്ത് കൊച്ചിയിൽ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇതിനെ എല്ലാം തന്നെ നിസ്സാരവൽക്കരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇതിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് ഇക്കാര്യത്തിൽ വിരുദ്ധ നിലപാട് കൈക്കൊള്ളുകയാണ് ഉണ്ടായത്. ഇതിൽ സിദ്ദിഖ് നടത്തിയ ഓരോ വാദങ്ങൾക്കും എണ്ണം പറഞ്ഞ മറുപടിയാണ് ജഗദീഷിൽ നിന്നുണ്ടായത്. അതായത് സ്ത്രീകൾ അതിക്രമം നേരിടുന്നു എന്ന റിപ്പോർട്ടിലെ മൊഴികൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ജഗദീഷ് തുറന്നു പറയുകയാണ്. അതായത് സിദ്ദിഖിന്റെ വാദങ്ങൾക്ക്, സിദ്ദിഖിന്റെ മറുപടികൾക്ക്, മാധ്യമപ്രവർത്തകരോടുള്ള മറുപടികൾക്ക് ജഗദീഷ് മറുപടി നൽകുകയാണ് തിരുവനന്തപുരത്തു നിന്നും. അതേ സമയത്ത് അത് തന്നെ അമ്മയിലെ സ്പ്ലിറ്റിന്റെ ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണമാണ്. മറ്റൊന്ന്, ഈ ലൈംഗിക ചൂഷണത്തെ സാമാന്യവൽക്കരിക്കരുതെന്നും ഒറ്റപ്പെട്ട സംഭവമെന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും അത് സംഘടനയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും ജഗദീഷ് പറയുകയാണ്. അതും ഈ സിദ്ദിഖിനൊപ്പം പത്രസമ്മേളനം നടത്തി, വാർത്താ സമ്മേളനം നടത്തിയ അമ്മയിലെ മറ്റംഗങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. റിപ്പോർട്ടിന്റെ പേരിൽ സിനിമാ മേഖലയിലെ മുഴുവൻ പേരെയും അടച്ചാക്ഷേപിക്കുന്നു എന്ന് സിദ്ദിഖ് പറയുമ്പോൾ അഗ്നിശുദ്ധി വരുത്തി ആരോപണ വിധേയർ വരട്ടെ എന്നാണ് ജഗദീഷ് ഒരു നിലപാടെടുത്തത്. ജഗദീഷ് ഒറ്റയ്ക്ക് ഇത് പറയില്ല. ജഗദീഷിന് പിന്നിൽ അമ്മയിലെ തന്നെ സമാനമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ
ഒരു സംശയവും വേണ്ട, ഇന്നത്തെ സമ്മർദ്ദം തുടരുകയാണെങ്കിൽ അവർ ഓരോരുത്തരായി വരും ദിവസങ്ങളിൽ പുറത്തു വരും. അക്കാര്യത്തിൽ ഇനി ചിന്തിക്കുകയേ വേണ്ട. മറ്റൊന്ന്, ഈ കോൺക്ലേവിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഈ സിദ്ദിഖ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇരകളെയും വേട്ടക്കാരെയും ഒപ്പം ഇരുത്തരുതെന്ന് WCCയുടെ ആവശ്യം അത് പരിഗണിക്കണമെന്ന് ജഗദീഷ് പറയുന്നു. അതായത് ഈ ജനറൽ സെക്രട്ടറിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ തന്നെ ആ സംഘടനയുടെ തന്നെ വൈസ് പ്രസിഡന്റ് പറയുന്നു WCC ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തരുതെന്ന് പറയുന്നുണ്ട്, അത് നിങ്ങൾ പരിഗണിക്കണം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് വളരെ കൂടുതലാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ഈ പത്രസമ്മേളനം അവസാനിപ്പിച്ച് ശ്രീകാന്ത് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അമ്മയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭിന്നത അതെങ്ങനെയാണ് തുടരുന്നത്, കൂടുതൽ പേർ എതിർ ശബ്ദങ്ങളുമായി ഇനിയും രംഗത്ത് വരുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം, തുടർന്നുണ്ടായ വിവാദം, പ്രതികരണങ്ങൾ, അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടുംവെട്ട് വെട്ടി സർക്കാർ എന്നുള്ള വിവരം അത് വലിയ വിവാദത്തിന്, തുടർ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. നേരത്തെ അറിയിച്ചതിലും കൂടുതൽ പാരഗ്രാഫുകൾ വെട്ടിമാറ്റിയാണ് റിപ്പോർട്ട് പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് വിവരം. ഉന്നതരെ രക്ഷിക്കാനുള്ള സർക്കാർ ശ്രമം എന്നുള്ള വിമർശനം അതിശക്തമായി നിൽക്കെ ഇങ്ങനെ ഒരു വിവരം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അത് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കും, സർക്കാരിനെ പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അതിനിടെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ പാരഗ്രാഫ് അബദ്ധത്തിൽ പുറത്തായത് സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുകയും ചെയ്തു. പവർ ഗ്രൂപ്പിനെ രക്ഷപ്പെടുത്താൻ സർക്കാർ വല്ലാതെ കഷ്ടപ്പെട്ടെന്ന സംശയം വർദ്ധിപ്പിക്കും വിധമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഓരോ ദിവസവും കാര്യങ്ങൾ പുറത്തു വരുന്നത്. 4.5 കൊല്ലം റിപ്പോർട്ട് വെച്ചു വൈകിപ്പിച്ചത് മുതൽ ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചകങ്ങൾ പോലും ഒഴിവാക്കാൻ മിനക്കെട്ട് പണിയെടുത്തിട്ടുണ്ട് സർക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 299 പേജ്, അതിൽ 66 പേജ് ഒഴിവാക്കുമെന്ന് നേരത്തെ അറിയിച്ചത്. ചില ഖണ്ഡികകൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നു. 21 ഖണ്ഡികകൾ ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ അനുമതി നൽകി. ആവശ്യമെങ്കിൽ കൂടുതലാവാമെന്നൊരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. അതിലൊരു കടുംവെട്ട് ആരും പ്രതീക്ഷിച്ചതല്ല. 129 ഖണ്ഡികകൾ വെട്ടിമാറ്റി. ഒഴിവാക്കുമെന്ന് പറഞ്ഞ് അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിൽ ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉന്നതരെ സംരക്ഷിക്കാനുള്ള നീക്കമെന്ന ആരോപണം ശക്തം. പുറത്തുവന്ന റിപ്പോർട്ടിൽ ഉള്ളതിനേക്കാൾ നടുക്കുന്ന വിവരങ്ങളാണ് ഒഴിവാക്കിയെടുത്ത് എന്നാണ് സൂചന. അങ്ങനെ താരവിഗ്രഹങ്ങളെ സംരക്ഷിക്കാനായി സർക്കാരിന്റെ കഷ്ടപ്പാട് വിമർശന വിധേയമായിട്ടുണ്ട്. എന്നാൽ സ്വകാര്യതയെ മാനിച്ചാണ് വരികൾ ഒഴിവാക്കിയത് എന്നാണ് സർക്കാർ വിശദീകരണം. കേസിനെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളെക്കുറിച്ച് ചോദിക്കുമ്പോഴുമൊക്കെ സർക്കാർ പറയുന്ന ഒറ്റവരി ന്യായമാണ് ഇരകളുടെ സ്വകാര്യത. നിയമപരമായല്ലാതെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും സർക്കാർ വിശദീകരിക്കുന്നു. ഒഴിവാക്കുമെന്ന് പറഞ്ഞ ഒരു ഖണ്ഡിക അബദ്ധത്തിൽ പുറത്തായതാണ് സർക്കാരിനേറ്റ ഒരു തിരിച്ചടി. 96-ാം ഖണ്ഡികയാണ് ശ്രദ്ധക്കുറവിൽ റിപ്പോർട്ടിൽ പുറത്തെത്തിയത്. ഉന്നതർക്ക് സിനിമാ മേഖലയിലെ പീഡനങ്ങളിൽ പങ്കുണ്ടെന്ന നിരീക്ഷണമായിരുന്നു അത്. സിനിമയിൽ അതിപ്രശസ്തരുടെ ലൈംഗിക ചൂഷണം എന്ന മൊഴി അവിശ്വസിക്കാൻ കഴിയില്ലെന്ന ഹേമ കമ്മിറ്റിയുടെ വിലയിരുത്തൽ സർക്കാരിനെയും സിനിമാ തമ്പ്രാക്കന്മാരെയും പിടിച്ചുകുലുക്കാൻ കഴിയുന്നത്. ഒളിച്ചുവെച്ചതെല്ലാം കൊണ്ടങ്ങ് തമ്പുരാക്കന്മാരെ സംരക്ഷിച്ചു നിർത്താമെന്ന് തെറ്റിദ്ധരിക്കരുത് സർക്കാരെ. അബദ്ധങ്ങൾ പുറത്താകുന്നത് പോലെ ഓരോ സത്യങ്ങളും പുറത്തു വരും. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നതെങ്കിൽ ഓരോന്നോരോന്നോരോന്നും വരാനിരിക്കുന്നതേയുള്ളൂ. സലിം മാലിക്, 24, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിലപാടില്ലാതെ ഉരുണ്ടുകളിക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് കൂനിന്മേൽ കുരുപോലെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ ഈ പാരഗ്രാഫ് അബദ്ധത്തിൽ പുറത്താകുന്നത്. അത് സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം സലീം മാലിക് നമ്മളോട് വിശദീകരിക്കും. വിശകലനവുമായി എസ് വിജയകുമാർ നമുക്കൊപ്പം ചേരും. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, ഈ വിവാദം രൂപപ്പെടുന്നത് മുതൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വിവിധ പ്രതികരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം, സർക്കാരിന് അതിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. കോടതി പറയുന്നത് പോലെ, ലഭ്യമാകുന്ന നിർദ്ദേശങ്ങൾ പോലെ അതിനനുസരിച്ച് അത് മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ സജി ചെറിയാൻ ഇത് സാംസ്കാരിക വകുപ്പുമായി ഇതിന് ബന്ധം പോലുമില്ല എന്ന് വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ നിർദ്ദേശിക്കപ്പെടാത്ത ഭാഗങ്ങൾ പോലും എന്തിനു വെട്ടിമാറ്റി എന്നുള്ള ചോദ്യം സ്വാഭാവികമായും സർക്കാരിൻ്റെ നേർക്ക് അതിശക്തമായി ഉയർന്നു വരും. പ്രതിപക്ഷം ഇതിനോടകം അത് ഉയർത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. എങ്ങനെയൊരു പ്രതിരോധം സർക്കാരിന് സാധ്യമാകും സലീം മാലിക്? റിജിത്ത്, സർക്കാരിനിതിൽ ഒളിച്ചു വെക്കാൻ അതല്ലെങ്കിൽ ആരെയോ സംരക്ഷിക്കാൻ വല്ലാത്ത തിടുക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ന്യായീകരണങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ CPM തന്നെ, പാർട്ടി തന്നെ ആ സർക്കാരിനെ പ്രതിരോധിക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ മനഃപൂർവ്വമായി ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ആരെയും സംരക്ഷിക്കാനായും ഒഴിവാക്കിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ അപേക്ഷകർക്ക് തന്നെ അത് വേണമെന്ന് ആവശ്യപ്പെടാമെന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടിയുടെ തന്നെ ഒരു പിന്തുണ അതല്ലെങ്കിൽ ഒരു
പ്രതിരോധമുണ്ട്. പക്ഷേ അതൊന്നും എത്ര കണ്ട് മുന്നിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ്. കാരണം ആ നിലയിൽ ഒരു കടുംവെട്ടാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വെട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സ്വാഭാവികമായും ഈ വിവരാവകാശ കമ്മീഷൻ പരിശോധിച്ച 21 ഖണ്ഡികകൾ അത് ഒഴിവാക്കാൻ പറഞ്ഞതിനൊപ്പം വിവരാവകാശ കമ്മീഷൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ ചില ഖണ്ഡികകൾ കൂടി ഒഴിവാക്കാമെന്ന്. പക്ഷേ ആവശ്യമെങ്കിൽ ചില ഖണ്ഡികകൾ എന്ന് പറയുന്നത് 108 അധിക ഖണ്ഡികകളാണ് എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു കടുംവെട്ട് 129 ഖണ്ഡികകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിലവിൽ സ്വാഭാവികമായും സർക്കാർ നേരിടുന്ന ചോദ്യം നിലവിൽ പുറത്തു വന്ന അതിക്രൂരമായ പ്രശ്നങ്ങളുടെ വലിയ പ്രശ്നങ്ങളുടെ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളെക്കാൾ വലുതെന്താണ് ഈ ഖണ്ഡികയിൽ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട പേജുകളിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്നൊരു സൂചന തന്നെയാണ് സർക്കാരിൻ്റെ തന്നെ ഈ തിടുക്കം വ്യഗ്രത സൂചിപ്പിക്കുന്നത്. അത് വലിയ വിമർശന വിധേയമായിട്ടുമുണ്ട്. മാത്രമല്ല ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാരിൻ്റെ ഉരുണ്ടുകളി നമ്മൾ കണ്ടതാണ്. ഓരോ മന്ത്രിമാരും കേസെടുക്കുന്നതിൽ തടസ്സമില്ലെന്നും തടസ്സമുണ്ട് എന്നും ഒക്കെ പറയുകയും കോടതിയുടെ പരിഗണനയിലാണ് എന്നൊക്കെ പറയുകയാണ്. കഴിഞ്ഞ 4.5 വർഷം ഇതേ സർക്കാരിന്റെ മേശപ്പുറത്തിരുന്ന അതേ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് ഈ നിലയിലുള്ള ഒരു സംസാരം എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോഴാണ് അതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതിന്മേലൊരു കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു കമ്മീഷനെ വെച്ച് പഠിക്കാനോ അതിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനോ അന്വേഷണം നടത്താനോ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ അന്വേഷണം നടത്താനോ പോലും തയ്യാറാകാത്ത സർക്കാരാണ് ഇപ്പോൾ നിയമോപദേശവും ഇപ്പോൾ കോടതിയിൽ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാരിന് കൃത്യമായ ആരെയൊക്കെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത് ഏതുവരെ പോകും എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം പ്രതിപക്ഷം തന്നെ ഇപ്പോൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ ഉപയോഗിച്ച് തന്നെ ഈ കേസ് അന്വേഷിക്കണം. അതിൽ കൃത്യമായ പഠനം വേണം. ആരെയും സംരക്ഷിക്കാൻ കഴിയില്ല. അതിന് എന്ത് നിലയിലുള്ള നടപടി വേണമെങ്കിലും എടുക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇപ്പോൾ ആവശ്യമായി ഉയർത്തുന്നത്. ഈ ആലോചനയൊന്നും സർക്കാർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ സ്വകാര്യതയാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയതെങ്കിൽ വേട്ടക്കാരുടെ സ്വകാര്യതയ്ക്കൊപ്പമാണ് സർക്കാർ നിൽക്കുന്നത് എന്നുള്ള വിമർശനം പ്രതിപക്ഷം ശക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, ഇതിൽ ഈ സർക്കാരിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏകസ്വരമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. അത് KN ബാലഗോപാലിൻ്റെ ഭാഗത്ത് നിന്ന് സ്വമേധയാ കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു അഭിപ്രായം കണ്ടു. മുന്നണിക്കകത്ത് അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ സ്വരങ്ങളുണ്ട്, വെടിപൊട്ടി തുടങ്ങുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ആനി രാജ നടത്തിയ പ്രതികരണം നമുക്ക് മുമ്പിലുണ്ട്. അങ്ങനെ സർക്കാരിലും മുന്നണിയിലുമൊന്നും ഈ വിഷയത്തിൽ ഒരു ഏകസ്വരമില്ലാത്ത നിലയിലേക്ക് ഇതിലെ വിവാദങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ വിജയകുമാർ? പ്രജിത്ത്, നോക്കൂ, ഇന്നലെ KN ബാലഗോപാൽ സ്വമേധയാ കേസെടുക്കാവുന്നതാണ് രാജ്യത്തെ നിലവിലുള്ള നിയമപ്രകാരം എന്ന് അദ്ദേഹം അത് വിശദീകരിച്ചു. ഒരു എന്താണ് നാവുപിഴയൊന്നും ആയിരുന്നില്ല. അത് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് ചോദ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞ് പോകുന്ന ഘട്ടത്തിലാണ് അത് കൃത്യമായി തന്നെ വിശദീകരിച്ചത്. അതിനുശേഷം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ തിരുത്തി ധനമന്ത്രി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ച ഘട്ടത്തിൽ KN ബാലഗോപാൽ തന്നെ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് മുഴുവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു തലക്കെട്ട് നിങ്ങൾ കൊടുക്കില്ലായിരുന്നു എന്നാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്താണോ അതിൽ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതായത് സ്വമേധയാ തന്നെ സർക്കാരിന് കേസെടുക്കാവുന്ന സാഹചര്യം രാജ്യത്തെ നിലവിലുള്ള നിയമപ്രകാരമുണ്ട് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഇതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പിന്നീട് തൊട്ടു പിന്നാലെ പാലക്കാട്ട് മാധ്യമങ്ങളെ കണ്ട മന്ത്രി MP രാജേഷ് വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ സർക്കാരിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ പരാതി ഉണ്ടെങ്കിലേ പരാതി സർക്കാരിൽ കിട്ടിയാലേ നിയമ നടപടി സാധ്യമാകൂ എന്ന നിലപാടല്ല മന്ത്രിസഭയിലെ മറ്റ് പല അംഗങ്ങൾക്കുമെന്ന് വ്യക്തമായി ആ പ്രതികരണത്തോടെ. ഇക്കാര്യം ഇന്ന് റവന്യൂ മന്ത്രി K രാജനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഓരോ മന്ത്രിയും ഓരോ പാർട്ടിയും ഇക്കാര്യത്തിൽ പ്രത്യേക അഭിപ്രായം പറയേണ്ടതില്ല, മുഖ്യമന്ത്രി പറയുന്നതാണ് അതിൽ അന്തിമ തീർപ്പെന്ന്. അപ്പോൾ ഇതിൽ ധനമന്ത്രി അല്ലെങ്കിൽ MP രാജേഷ് അടക്കമുള്ള മന്ത്രിമാരെ വേറൊരു തരത്തിൽ തിരുത്തുകയാണ് മന്ത്രി രാജൻ ആ ഘട്ടത്തിൽ ചെയ്തത്. പക്ഷേ അപ്പോഴും റവന്യൂ മന്ത്രിയുടെ പാർട്ടി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണല്ലോ ആനി രാജ ഇന്ന് വളരെ കർശനമായ ഭാഷയിലാണ് പറഞ്ഞത്, കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട, നിയമ നടപടി വേണ്ട വസ്തുതകൾ കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്, അത് അതേ നിലയിൽ നടപ്പാക്കണം എന്നാണ് ആനി രാജ പറഞ്ഞത്. ഈ കമ്മിറ്റിയെ വെച്ചത് സർക്കാരാണ്. അപ്പോൾ ആ കമ്മിറ്റിയെ വെക്കാൻ ബോൾഡായ തീരുമാനമെടുത്ത സർക്കാർ ഇക്കാര്യത്തിലും അത്തരം തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ആനി രാജ പറഞ്ഞത്. അതുപോലെ തന്നെ CPIയുടെ പല നേതാക്കളും ഏതാണ്ട് ഇപ്പോൾ അതേ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CPIയുടെ അല്ലെങ്കിൽ AIYF അടക്കമുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇടതുമുന്നണിക്ക് സർക്കാരിനകത്ത് തന്നെ രണ്ട് അഭിപ്രായമുണ്ട് എന്നത് വ്യക്തമാണ്. ഇടതുമുന്നണിക്കകത്തും ഈ വിഷയത്തിൽ ഒരഭിപ്രായമല്ല, പല അഭിപ്രായമുണ്ട്. CPIയുടെയും CPMൻ്റെയും ഒക്കെ. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്, ഈ പരാതി
സർക്കാരിന് വന്നാൽ മാത്രമേ അതിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയൂ എന്ന് ഇന്ന് ആവർത്തിക്കുന്നുണ്ട്. AK ബാലൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹവും അത് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ CPI നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നുണ്ട് അക്കാര്യത്തിൽ. ഇനിയിപ്പോൾ ബിനോയ് വിശ്വം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളോട് നമുക്ക് സംസാരിക്കണം. എന്താണ് ഇക്കാര്യത്തിൽ മുന്നണിയിൽ നടക്കേണ്ട ചർച്ചകളുടെ സ്വഭാവം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ ഒരു കമ്മിറ്റി റിപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ മാനമുണ്ട് എന്നത് പൊതുവേ കേരളത്തിലെ പൊതുസമൂഹം ഈ ദിവസങ്ങളിലെ ചർച്ചകൾ കൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം സിനിമാ മേഖലയിൽ സമഗ്രമായ ശുദ്ധീകരണം വേണം എന്നത് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. മെയിൽ ഡോമിനേറ്റഡ് ഒരു സിസ്റ്റത്തെ അത് മാറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തുല്യ വേതനം എന്നത് നടപ്പാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എത്രയോ ഗൗരവമുള്ള വിഷയങ്ങൾ അതിലുണ്ട്. അതിലേതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് വെച്ച് ഇതെങ്ങനെ നടപ്പാക്കുമെന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ നടത്തിയ ഗുരുതരമായ നിയമലംഘനങ്ങളിൽ ഈ സർക്കാരിന്, ഈ സംവിധാനത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ ഒരു സിനിമാ സെറ്റ് മാറുന്നുവെങ്കിൽ ഉറപ്പായും അതിൽ ഇടപെടൽ ആവശ്യമാണ്. ഇപ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിയമങ്ങൾ ബാധകമല്ല എന്ന ഒരു വിമർശനം ഉണ്ടായ വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര. പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡിഷൻ എത്തിയപ്പോൾ മോശമായി പെരുമാറിയെന്നാണ് വെളിപ്പെടുത്തൽ. Movie name I don't remember, but I remember the name of the director. Probably his name was Ranjit. He was mid-30s, late 30s. Then it was 10 years back, 10-11 years back or more. Ranjit, if I'm not mistaken. 24-നോട് പ്രതികരിക്കുകയായിരുന്നു ശ്രീലേഖ മിത്ര. ഗുരുതരമായ ആരോപണം സംവിധായകൻ രഞ്ജിത്തിനെതിരെ, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡിഷൻ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായത്. പിന്നീട് ആ സിനിമയുടെ ഭാഗമാകാതെ തിരിച്ചുപോയി, ബംഗാളിലേക്ക് തിരികെ പോയി എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. നേരത്തെ ശ്രീലേഖ മിത്ര 24-നോട് വളരെ വിശദമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. Movie name I don't remember, but I remember the name of the director. Probably his name was Ranjit. He was mid-30s, late 30s. Then it was 10 years back, 10-11 years back or more. Ranjit, if I'm not mistaken. Movie. ബൽറാം നെടുങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ ശ്രീലേഖ മിത്ര വളരെ വിശദമായി നേരത്തെ ബൽറാമുമായി സംസാരിച്ചിരുന്നു, കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് രഞ്ജിത്താണ് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ പൂർണ്ണരൂപം, വിശദാംശങ്ങൾ എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു വെളിപ്പെടുത്തൽ ആണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര നടത്തിയിരിക്കുന്നത്. തനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് നേരിടേണ്ടി വന്ന പീഡനം അത് ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നാണ് അവർ വിശദീകരിച്ചിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് ആണ് തന്നെ അത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നാണ് ശ്രീലേഖ മിത്ര വിശദീകരിച്ചത്. അവർ ഒരു സിനിമയുടെ, അത് പാലേരി മാണിക്യം സിനിമയിലേക്കായിരുന്നു ഈ ശ്രീലേഖയെ ക്ഷണിച്ചിരുന്നത്. അതിന്റെ ക്ഷണം അനുസരിച്ച് കൊച്ചിയിലെത്തുകയും കൊച്ചിയിൽ വെച്ച് ആദ്യം തന്നെ ഈ മറ്റ് സഹപ്രവർത്തകരെ പരിചയപ്പെടുന്നതിനായി മറ്റൊരിടത്തേക്ക് വിളിക്കുകയുമായിരുന്നു. അവിടെ വെച്ച് ഈ മുറിയിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതേസമയം ഫോണിൽ മറ്റൊരാളുമായി, ഒരു ഛായാഗ്രാഹകനുമായി സംസാരിക്കുകയായിരുന്നു. ആ വ്യക്തിയെ തനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്ന ആളായിരുന്നു ഫോണിലുണ്ടായത്. ഈ സംസാരത്തിനിടെ അലസമായ രീതിയിൽ ആണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ശ്രമം ഉണ്ടായത്. വളകളിൽ തലോടുകയായിരുന്നു. അത് കൗതുകമോ അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായോ ആണ് കരുതിയത്. അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതികരിച്ചില്ല. എന്നാൽ തുടർന്ന് പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടതോടെ കൂടുതൽ ഇത്തരത്തിൽ ശരീരത്തിലേക്ക് സ്പർശിക്കാനുള്ള നീക്കങ്ങൾ നടന്നു. ഇതോടെ പ്രതികരിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയായിരുന്നു എന്നും, തുടർന്ന് എന്നാൽ ആ സിനിമ അവർ ചെയ്തില്ല ഇത്തരം ഒരു മോശ അനുഭവത്തെ തുടർന്ന്. എന്നാൽ തിരികെ എത്തിയ ഉടൻ തന്നെ തനിക്ക് മടങ്ങി പോകാനുള്ള ടിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാൻ തയ്യാറായില്ല. തുടർന്ന് ആ രാത്രി ഭയാനകമായ ഒരു രാത്രിയെ കുറിച്ചും അവർ വിശദീകരിക്കുന്നുണ്ട്.
മലയാള സിനിമയെ കുറിച്ചുള്ള അല്ലെങ്കിൽ കേരളത്തിൽ അഭിനയിക്കണം എന്നുള്ള വലിയ മോഹവുമായി എത്തിയ അവർ പിന്നീട് കേരളത്തിലെ ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പോലും ഈ സംഭവമാണ് തനിക്ക് ഓർമ്മ വരുന്നത് എന്നാണ് അവർ വ്യക്തമാക്കിയത്. അത് ആദ്യ ഘട്ടത്തിൽ അവർ ഈ സംവിധായകന്റെ പേര് വിശദീകരിച്ചിട്ടില്ല. എന്നാൽ ഏത് സിനിമ എന്ന് ചോദിച്ചപ്പോൾ അവർ സിനിമയുടെ പേര് ബംഗാളി ഭാഷയാണ് അവർക്ക് വഴങ്ങുന്നത്, മാതൃഭാഷ എന്നതുകൊണ്ട് തന്നെ മലയാളം കൃത്യമായി വഴങ്ങുന്നില്ല. അതുകൊണ്ട് സിനിമയുടെ പേര് ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതിന്റെ സംവിധായകന്റെ പേര് രഞ്ജിത്താണ് എന്ന് അവർ കൃത്യമായി തന്നെ വെളിപ്പെടുത്തി. തുടർന്ന് എന്തായാലും ഈ വിഷയത്തിൽ അവർ ഈ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാം തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു. അതിനുശേഷം പിന്നീടും ഈ ശ്രീലേഖ മിത്ര നേരത്തെയും ബംഗാളി സിനിമയിലും മുതിർന്ന താരങ്ങൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായ ഘട്ടത്തിൽ മീറ്റു തരംഗം തന്നെ ബംഗാളി സിനിമയിൽ ഉയർത്തിക്കൊണ്ടുവന്ന സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കൃത്യമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വളരെ കൃത്യമായ ഒരു അഭിപ്രായം തന്നെയാണ് അവർ ഈ വിഷയത്തിലും പ്രതികരിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ വിഷയത്തിൽ ഇത് പുറം ലോകത്തെ അറിയിക്കണമെന്നും ഇത്തരത്തിലുള്ള ആളുകളെ തുറന്നു കാട്ടണമെന്നുമുള്ള ശ്രമം ഇവരുടെ ബൽറാം, ഈ വെളിപ്പെടുത്തലിൽ അവർ കൂടുതലായി വിശദീകരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം അവർ ബംഗാളിലേക്ക് മടങ്ങി പോവുകയായിരുന്നു. പിന്നീട് ആരെങ്കിലും ബന്ധപ്പെട്ടോ അക്കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ബൽറാം? റിജിത്ത് ഈ വിഷയത്തിൽ താൻ ഈ സിനിമ ചിത്രീകരിക്കുന്ന വേളയിൽ ഇതിനായി ഈ പാലേരി മാണിക്യത്തിന്റെ അഭിനയിക്കുന്നതിനായി തന്നെ ക്ഷണിച്ച അതേ ആളുകൾ വഴി തന്നെ തിരികെ ഈ വിഷയമുണ്ടായ സമയത്ത് ഇക്കാര്യം അറിയിച്ചിരുന്നു അവരെ. തുടർന്ന് ഈ വിഷയത്തിൽ പലപ്പോഴും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ ഇത് തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും നടപടി ഉണ്ടായില്ല. പിന്നീട് മലയാള സിനിമയിലും അവർക്ക് അവസരങ്ങൾ ലഭിച്ചില്ല. ഒപ്പം തന്നെ മലയാളത്തിൽ അഭിനയിക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു മോശകരമായ അനുഭവം അവർക്ക് ഈ കേരളം എന്ന് ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു മോശമായ അനുഭവമാണ് ഉണ്ടായത് എന്നുമാണ് അവർ വിശദീകരിച്ചത്. ഇതിനെ തുടർന്നാണ് പിന്നീട് മലയാളത്തിൽ അഭിനയിക്കാതിരുന്നത്. മറ്റു പല ഭാഷകളിലും സമാനമായ അനുഭവം ഉണ്ടായതായും അവർ വിശദീകരിക്കുന്നുണ്ട്. ബംഗാളിൽ മുതിർന്ന താരങ്ങൾക്ക് എതിരെ പോലും അവർ ഇത്തരത്തിലുണ്ടായ പ്രവർത്തികൾ അവർ തുറന്നു കാട്ടിയിരുന്നു. ഇതിനെ തുടർന്ന് ബംഗാളി സിനിമയിൽ അടക്കം തനിക്ക് പ്രതിസന്ധി നേരിട്ട ഒരു സാഹചര്യവും അവർ തുറന്നു പറയുന്നുണ്ട്. ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് തുറന്നു പറയുക എന്നതാണ് തന്റെ നിലപാട്. ആരാണോ ഇത്തരത്തിൽ പെരുമാറുന്നത്, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത്, അവരെ തുറന്നു കാണിക്കുക എന്നത് തന്നെയാണ് തന്റെ രീതി എന്നവർ വിശദീകരിക്കുന്നുണ്ട്. താൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എത്തുമ്പോൾ തന്റെ കലയാണ് അവിടെ വിൽക്കുന്നത്, ശരീരമല്ല എന്നുള്ളതാണ് നിലപാട്. സ്ത്രീകൾ നടികൾ ആ ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നും അതിനപ്പുറത്തേക്ക് ഈ ഒരു നിലപാടെടുക്കുന്നവരെ മനഃപൂർവ്വം ഒഴിച്ചു നിർത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിലാണ് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തനിക്ക് നേരിട്ട ഈ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന കാര്യം, അതിനൊരു നിയമപരമായ തുടർ നടപടികൾ ആലോചിക്കുന്ന കാര്യം, അതൊക്കെ അവർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ബൽറാം? റിജിത്ത് ഇക്കാര്യത്തിൽ ഉള്ള നിയമപരമായ നീക്കത്തിന് തയ്യാറാണോ എന്ന ചോദ്യത്തോട് അവർ തീർച്ചയായും അതിൽ മടിയില്ല എന്ന് തന്നെ വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ ഹേമ കമ്മിറ്റിയോ സമാനമായ മറ്റേതെങ്കിലും കമ്മിറ്റികളോ ഈ വിഷയത്തിൽ തന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്ന ശേഷം തന്നോട് പ്രതികരണം തേടുകയോ ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ കൃത്യമായി മൊഴി നൽകാനും തെളിവുകൾ നൽകാനും തയ്യാറാണ് എന്നും അവർ വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ അവർ ഇത് മലയാളം എന്നുള്ളതല്ല, മറ്റ് ചലച്ചിത്ര മേഖലയിൽ എല്ലാം തന്നെ മുംബൈ അവർ എടുത്തു പറയുന്നുണ്ട്. മുംബൈയിൽ പരസ്യ ചിത്രങ്ങളിലും ഒപ്പം തന്നെ ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചപ്പോൾ മാത്രമാണ് ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടുള്ളത്. മറ്റെല്ലായിടത്തും തന്നെ ഏറിയും കുറഞ്ഞും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ പരാതി നൽകുകയാണെങ്കിൽ നിലവിലെ സിനിമാ വ്യവസായത്തിലെ 50% പേർ അഴിക്കുള്ളിലാകും എന്നുമാണ് ഒരു മുതിർന്ന നടി, ബംഗാളിലെ മുതിർന്ന നടിയായ നടി തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ശ്രീലേഖ മിത്രയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന അല്ലെങ്കിൽ
സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ അവരെ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് തന്റെ നിലപാട് എന്നവർ വിശദീകരിക്കുന്നു. ഇക്കാര്യത്തിൽ തുടർ നടപടികൾക്ക് തയ്യാറാണ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയം ഇക്കാര്യം ലോകത്തോട് ഇക്കാര്യം അറിയിക്കണം, ആളുകളുടെ മുഖം മൂടി തുറന്നു കാണിക്കണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നു എന്നും, എന്നാൽ അതിന് നേരത്തെ അത് കഴിഞ്ഞില്ല, അതിന് ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അതിന് കഴിഞ്ഞില്ല എന്നുമാണ് അവർ വിശദീകരിക്കുന്നത്. വിഷയത്തിൽ എന്തായാലും തുടർ നീക്കങ്ങൾക്ക് തയ്യാറാണ് എന്നും നിയമപരമായ നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. ബൽറാം, ഈ സംഭവങ്ങൾ ഇവിടെയുള്ള ആരോടെങ്കിലും അവർ നേരത്തെ നമ്മൾ പറഞ്ഞു അവർ അതിനുശേഷം മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഈ എതിർത്തത് കൊണ്ടാണ് തനിക്ക് അവസരമില്ലാതായി മാറിയത് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ആ ദുരനുഭവം അവർ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ അതൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. അത് ഇവിടെ കേരളത്തിൽ അന്നുണ്ടായിരുന്ന ആരോടെങ്കിലും പങ്കുവെച്ച ശേഷമാണ് അവർ പോയത്, അല്ലെങ്കിൽ അവർ ആരോടെങ്കിലും കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു? അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ അവർ നടത്തിയിരുന്നു ബൽറാം? റിജിത്ത്, തീർച്ചയായും കൊൽക്കത്തയിൽ ഉണ്ടായിരുന്ന നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഇപ്പോഴും കൊൽക്കത്തയിൽ തന്നെ താമസിക്കുന്ന ജോഷി ജോസഫ്, അദ്ദേഹം എഴുത്തുകാരനാണ്. ഒപ്പം തന്നെ ദൂരദർശനിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. കൂടാതെ ഡോക്യുമെന്ററി സംവിധായകനാണ്. ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയ്ക്ക് ഉൾപ്പെടെ സുപരിചിതനായ അദ്ദേഹവുമായ വഴിയാണ് ഇവർക്ക് ക്ഷണമെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ദുരനുഭവം ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹത്തെ വിവരം അറിയിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഈ ദുരനുഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ നടപടികളിലേക്കുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് തുടർച്ച ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് അത്തരത്തിൽ തുറന്നു കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവർ നേരിട്ട ഒരു അനുഭവം എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഈ ദുരനുഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ ഹോട്ടലിൽ അതീവ ഭയാനകമായ രാത്രിയിൽ തന്നെ ഇക്കാര്യങ്ങൾ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായതായ സാഹചര്യം അറിയിച്ചിരുന്നു. തുടർന്ന് നടപടികളിലേക്ക് ഉള്ള ആലോചനകളും നടന്നിരുന്നു. എന്തായാലും വ്യക്തിപരമായി വളരെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു മലയാളത്തിലേക്ക് പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന താരത്തോടൊപ്പം അഭിനയിക്കുക എന്ന വലിയ ആഗ്രഹവും കൂടി പരിഗണിച്ചായിരുന്നു കേരളത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരനുഭവമാണ് താൻ നേരിട്ടത് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ, നിയമപരമായ നടപടികൾ അല്ലെങ്കിൽ കമ്മിറ്റികളോ സമിതികളോ മറ്റേതെങ്കിലും അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് മുന്നിൽ കൃത്യമായ വിവരങ്ങൾ, മൊഴികളും തെളിവുകളും നൽകാൻ തയ്യാറാണ് എന്നും സ്ത്രീകളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നവരെ തുറന്നു കാണിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് തന്റെ നിലപാട് എന്നുമാണ് ശ്രീലേഖ മിത്ര വ്യക്തമാക്കുന്നത്. ബൽറാം, ഇനിയും ഈ നിയമ നടപടികൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഇത് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്, അവർ വിവരങ്ങൾ കൈമാറിയ ആളുകളൊക്കെ ഉണ്ട്, അവരുമായൊക്കെ സംസാരിക്കാനും അത് ഓൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നീക്കം അവർ നടത്തുന്നുണ്ടെങ്കിൽ അവരുമായി സംസാരിക്കാനും അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ ഈ നടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ ബൽറാം? നിലവിൽ ശ്രീലേഖ മിത്രയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലപാട് എന്നുള്ളത് ഈ നെയിം ആൻഡ് ഷെയിം എന്നുള്ള നിലപാടാണ്. അവർ നേരത്തെയും ബംഗാളി സിനിമയിലും ഈ നിലപാട് സ്വീകരിച്ചിരുന്നു. മുതിർന്ന താരങ്ങൾ പ്രസേൻജിത്ത് ചാറ്റർജി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, മോശം പെരുമാറ്റങ്ങൾ, മീറ്റു ആരോപണ ഘട്ടത്തിൽ ആ ഒരു തരംഗത്തിൽ അതിൽ ബംഗാളി സിനിമയിൽ മുൻകൈയെടുത്തത് ഇവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് തന്റെ വ്യക്തിപരമായ നിലപാട് എന്നാണ് അവർ വിശദീകരിച്ചത്. ഈ വിഷയത്തിലും അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ സമിതികളോ മറ്റ് കമ്മിറ്റികളോ അല്ലെങ്കിൽ നിയമപരമായ നീക്കങ്ങൾക്കോ സാധ്യതയുണ്ടെങ്കിൽ അക്കാര്യങ്ങളിൽ താൻ സഹകരിക്കാൻ തയ്യാറാണ് എന്നും തന്റെ പക്കലുള്ള വിവരങ്ങൾ, തെളിവുകൾ എന്നിവ കൈമാറാനും മൊഴി നൽകാനും തയ്യാറാണ് എന്നുമാണ് അവർ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സിനിമാ മേഖലയിൽ ആകെ വലിയ തോതിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അതൊരു യാഥാർത്ഥ്യമാണ് എന്നും അവർ വിശദീകരിക്കുന്നു. അത്തരത്തിൽ നിയമ നടപടി സ്വീകരിച്ച് ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സിനിമാ മേഖലയിലെ 50% പേരും അഴിക്കുള്ളിലാകും എന്നുമാണ് അവർ ഈ കാര്യത്തെക്കുറിച്ച്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡീഷൻ എത്തിയപ്പോൾ മോശമായി പെരുമാറി എന്നാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് നിയമ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു എന്ന് നടി പറയുന്നു.
നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. നിതിൻ അംബുജനൊപ്പം ഡയറക്ടർ ജോഷി ജോസഫ് ചേരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിതിൻ അംബുജൻ, എന്താണ് ജോഷി ജോസഫിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നത്? നിതിൻ. രജിത്ത്, എന്തായാലും ശ്രീലേഖ മിത്ര 24-നോട് ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. 2009 തനിക്ക് നേരിട്ട ഒരു ദുരനുഭവം അത് ഇന്ന് വെളിപ്പെടുത്തി 24-നോട്. എന്തായാലും ശ്രീലേഖ മിത്ര വ്യക്തമാക്കിയത് ജോഷി ജോസഫ് എന്ന ഒരു തന്റെ സുഹൃത്തും അതോടൊപ്പം തന്നെ ഡോക്യുമെന്ററി സംവിധായകൻ, എഴുത്തുകാരൻ എന്നിവർ ഇയാളോട് ഈ വിവരമെല്ലാം തന്നെ പങ്കുവച്ചു എന്നാണ്. എന്തായാലും ഇപ്പോൾ 24-നൊപ്പം ജോഷി ജോസഫ് ചേരുകയാണ്. എന്താണ് അന്ന് ശ്രീലേഖ മിത്രയ്ക്കുണ്ട ഒരു ദുരനുഭവം? ഞാൻ കൊച്ചിയും കൽക്കട്ടയുമായിട്ട് ഷട്ടിലടിക്കുന്ന സമയമാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഇന്ന് കാലത്ത് വിളിക്കുമ്പോഴത്തേക്കും ശ്രീലേഖ പറഞ്ഞ് ഞാൻ കൊച്ചിയിലുണ്ട്, ശബ്ദം പതറിയിരിക്കുന്നു, ക്യാൻ യു പ്ലീസ് കം എന്ന് പറയുന്നു. ഞാൻ അവരുടെ DDNSന്റെ അപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ അവർ പോയി, ഓട്ടോറിക്ഷയിൽ പോയി അവരെ ഐ വാണ്ട് ടു എസ്കേപ്പ്. അത് കഴിഞ്ഞ് അവരിവിടെ വരുന്നു. എൻ്റെ അമ്മച്ചി ഇവിടെ ഉണ്ട്, ഈ വീട്ടിലാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ചില്ല കിടപ്പുണ്ട്. സംസാരിക്കുന്ന ഈ തമ്മനത്തെ ഈ വീട്ടിലല്ല, ഈ വീട്ടിലാണ്, ചില്ല എന്ന ഈ വീട്ടിൽ ഇങ്ങനെ ഒരു വലിയ ചില്ലയിൽ മാങ്ങ ഉണ്ടായി കിടക്കണം. അതിങ്ങനെ തട്ടുമ്പോൾ മാത്രമാണ് അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ മെലങ്കുളി മാറുന്നത്. അമ്മച്ചിയോടെയും കാര്യങ്ങൾ പറയുന്നില്ല, അവരെന്നോട് ഇപ്പോൾ നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ അന്നോട് പറഞ്ഞാണ്. ഭക്ഷണം കൊടുക്കുന്നു, കിടത്തി ഉറക്കുന്നു. അതിനുശേഷം അമ്മച്ചി ഇവിടെ കാര്യങ്ങൾ പറയുന്നില്ല. വൈകുന്നേരം അവർ സ്വന്തം ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അന്ന് ഈ ശ്രീലേഖ മിത്ര എന്താണ് അന്ന് ഹോട്ടലിൽ സംഭവിച്ച സംഭവങ്ങൾ വിശദമായി പങ്കുവച്ചിട്ടുണ്ടാവും? വിശദമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഡിസ്കഷന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ബംഗാളി സ്ത്രീകൾ സിഗരറ്റ് വലിക്കുക എന്നത് അവർ എല്ലാവരും വലിക്കുന്നതല്ല, സിഗരറ്റ് വലിക്കുന്നതിൻ്റെ സിഗ്നലായി മലയാളി ഞാൻ അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുവോ എന്ന് എന്നോട് കൂടി തട്ടിക്കയറുകയാണ് ഉണ്ടായത്. കാരണം ഞാനാണ് അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശങ്കർ എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവരിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ ടച്ച് ചെയ്യുന്നതും ഇനപ്രോപ്രിയേറ്റായി, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ടച്ച് ചെയ്യുന്നതും അപ്പം തന്നെ അവർ ശങ്കറിനെ വിളിച്ച് പറയുന്നു ഞാൻ ഈ സിനിമയിൽ നിന്നും വാക്കൗട്ട് നടത്തുകയാണ്. അപ്പോൾ അതാണ് ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പഴയ പാപം, കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും വിലാസം തെറ്റായി തിരിച്ചു വരുന്നതായിരിക്കും. ഈ സംവിധായകത്തിന് മാത്രമല്ല ഈ ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നതല്ലേ? അതെ അതെ, അന്ന് ഇത് അറിയാവുന്ന കുറച്ച് ആളുകൂടെ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് എഴുത്തുകാരി KR മീരയ്ക്ക് അറിയാം, സാമൂഹ്യ പ്രവർത്തകൻ ഫാദർ അഗസ്റ്റിൻ പട്ടോലിക്ക് അറിയാം. അപ്പോൾ അവരെല്ലാം ഇത് അന്ന് തന്നെ ഒരു ഇഷ്യൂ ആക്കണമെന്ന് വിചാരിച്ചിട്ട് ശ്രീലേഖ മിത്രയെ കോൺടാക്ട് ചെയ്തതാണ് എന്നിലൂടെ. അന്ന് എന്തുകൊണ്ടോ അവർക്ക് ഇതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഈ ഹേമ കമ്മിറ്റി ഒക്കെ വന്നതിന് ശേഷമാണോ ഇങ്ങനെ ഒരു ധൈര്യം ശ്രീലേഖ മിത്രക്ക് തുറന്നു പറച്ചിലിന് അത്ര ധൈര്യം ഉണ്ടായത്? അതിനുശേഷം ഇന്ന് ബന്ധപ്പെട്ടിരുന്നു 24-ലെ വാർത്ത പങ്കുവച്ച ശേഷം? അതെ അതെ അതെ, അതുകൊണ്ടായിരിക്കണം. അത് നമ്മൾ ഇതൊരു മാന്ത്രികമായിട്ടുള്ളൊരു സ്പേസ് ആണല്ലോ. അപ്പോൾ ഇന്ന് ജോയ് മാത്യുവിൻ്റെ ഇൻ്റർവ്യൂ കേട്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഷാർപ്പ്നെസ് കുറഞ്ഞിരിക്കുന്നു, ശ്രീലേഖ മിത്രയുടെ ഷാർപ്പ്നെസ് കൂടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ കാണുന്ന ഒരേ കാര്യത്തെക്കുറിച്ച് കാണുന്ന, പണ്ട് ദിലീപിൻ്റെ വിഷയം ഉണ്ടായപ്പോഴത്തേക്കും ജോയ് മാത്യു ഇങ്ങനെയല്ല പറഞ്ഞത്, അഭിനേതാക്കളുടെ സംഘടനയാണ് അമ്മ എന്നാണ്. അപ്പോൾ നമ്മൾ അധികാര സ്ഥാനത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അധികാരം, എന്തിൻ്റെ അധികാരമാണെങ്കിലും മാറ്റങ്ങൾ ഒക്കെയാണ് ഈ കാണുന്നത്. പിന്നീട് ഈ ശ്രീലേഖ മിത്രയ്ക്ക് മലയാളത്തിലുള്ള അവസരം അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായിരുന്നോ? അപാര നടിയാണ്. അന്നെങ്ങാം അവരിത് മലയാളത്തിൽ വന്നിരുന്നെങ്കിലുണ്ടല്ലോ, മലയാളത്തിനൊരു ഗംഭീര നടിയെ കിട്ടാൻ. അപാര നടിയാണ് ബംഗാളി സിനിമയിൽ. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പ്രസഞ്ജിത്ത് എന്ന് പറയുന്ന അവിടുത്തെ സൂപ്പർ സ്റ്റാർ, എന്നെ ഒരു 3-4 കൊല്ലം മുമ്പ് സൂപ്പർ സ്റ്റാർ ഇതുപോലെ അപമര്യാദ പെരുമാറിയപ്പോൾ അവരുടെ പീക്കിൽ ക്വിറ്റ് ചെയ്തു, ബംഗാളി സിനിമയിൽ നിന്നും ക്വിറ്റ് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ സ്വഭാവ നടിയുടെ റോളുകളിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരിവിടെ വന്നിരുന്നു എങ്കിൽ മലയാള സിനിമയിൽ നമുക്ക് ഇപ്പോൾ എനിക്കാകെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു പേര് പാർവതി തിരുവോത്തിൻ്റെതാണ്. ഷാർപ്പ് മൈൻഡ്, വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. അതുപോലുള്ള ഒരാൾ നമുക്ക് അന്ന് നഷ്ടപ്പെട്ടതാണ്. ശരി, പിന്നീട് മലയാളത്തിലേക്ക് വരണമെന്ന ആഗ്രഹം വല്ലതും ശ്രീലേഖ പങ്കുവച്ചിരുന്നു? അവരിപ്പോഴും ഇന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ നഷ്ടപ്പെടാനില്ലല്ലോ, കാരണം നമ്മളിതിൻ്റെ ഒരു ഔട്ട്സൈഡറാണ്. ക്ഷമ പരീക്ഷണ ചിത്രങ്ങൾ എടുക്കുന്നു എന്നാണ് എന്നെക്കുറിച്ചുള്ളൊരു കളിയാക്കൽ. അപ്പോൾ എൻ്റെ ഒരു കഥ ഞങ്ങൾ ബംഗാളിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഇനി നടക്കില്ലെന്ന് അറിഞ്ഞുകൂടാ. ഇതിലും അന്ന് തന്നെ ഒരു പോലീസിൽ പരാതി നൽകാനുള്ളൊരു തീരുമാനം, അങ്ങനെ ഒരു നടപടിയിലേക്ക് അവർ പോകാൻ ശ്രമിച്ചിരുന്നോ? എന്താണ് അന്നത്തെ ഒരു മാനസികാവസ്ഥ അവരുടെ? ഇല്ല, അവരത് ഇത് പുറത്ത് പറയാൻ പോലും തയ്യാറായിരുന്നില്ലല്ലോ. എന്നോട് പറഞ്ഞത് ഞാൻ അവരെ പോയി അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നുകൊണ്ട് മാത്രമല്ലേ.
അതിനുശേഷം ഇപ്പോൾ ഇന്നിപ്പോൾ അവരെൻ്റെ പേര് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് ഈ വെറുതെ ഒരു നോട്ടം കൊണ്ട് ആളുകളുടെ പെരുമാറ്റ രീതിയിൽ മാറ്റം ഉണ്ടാകുന്ന, സ്ത്രീകളുടെ നടികളുടെ പെരുമാറ്റ രീതിയിൽ മാറ്റം ഉണ്ടാകുന്ന ഇന്നലെ ഞാൻ കണ്ടു. ഒരു നടി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു നിർമ്മാതാവ് ഉള്ള അവരുടെ പ്രസൻസ് കൊണ്ട് തന്നെ ഇവരുടെ അവർ അഴുകിപ്പോകുന്നു, അവരങ്ങ് ഉരുകിപ്പോകുന്നു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. താങ്കൾ മുഖേനയാണല്ലോ ശ്രീലേഖ മിത്ര മലയാളത്തിലേക്ക് കടന്നു വരവ് നടത്തിയത്. അതിനുശേഷം ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരാണെങ്കിലും താങ്കൾ ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, കാരണം ഇത് അന്നൊരു വിഷയം ആയിരുന്നില്ലാത്തതുകൊണ്ട്. രഞ്ജിത്ത് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് രഞ്ജിത്ത് വയ്യാതിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പഴയ പാപം കർമ്മത്തിന് ഒരിക്കലും അഡ്രസ്സ് ചെയ്തിട്ടില്ല, വിലാസം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തിരിച്ചു വരുന്നു. അതിലേക്ക് വിഷമമുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഏതായാലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അതിനുശേഷം ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. മലയാള സിനിമയെ സംബന്ധിച്ച് ഇത്തരം കുറേ ആരോപണങ്ങളെല്ലാം തങ്ങൾ മുൻപ് സഹപ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ടോ? എൻ്റെ അടുത്ത് തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ ആകെ മലയാള സിനിമയിൽ കഥ പറഞ്ഞിട്ടുള്ള ഒരേ ഒരാൾ തിലകൻ ചേട്ടനാണ്. തിലകൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ മുമ്പ്. ആ തിലകൻ ചേട്ടൻ മരിച്ചു പോയതിനു ശേഷം പിന്നെ ആ സിനിമയും ചെയ്തിട്ടില്ല. ഞാൻ മലയാളത്തിലും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടുള്ളത് ബംഗാളിലും ഒക്കെയാണ്. ശ്രീലേഖ മിത്ര ഇന്ന് സംസാരിച്ചപ്പോൾ എന്താണ് പറഞ്ഞൊരു കാര്യം? അല്ല, അവരതിൻ്റെ ഉച്ചാരണം മാത്രമാണ് ചോദിച്ചത്. പാലേരി മാണിക്യം എന്നുകൊണ്ട് ഉച്ചാരണം, രഞ്ജിത്തിൻ്റെ ഉച്ചാരണം ആണ് ചോദിച്ചത്. ഒരു ദിവസത്തെ അവർ ഇപ്പോൾ ഓർക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു ദിവസമായി തന്നെയാണ് ഇപ്പോൾ അവർ ഈ കേരളത്തിൽ നിന്ന് മടങ്ങിയെന്നാണ് വ്യക്തമാക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് അവരുടെ വാക്കുകൾ നിന്നും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും ജോഷി ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കിയത് അന്ന് നടന്ന സംഭവങ്ങൾ എന്താണ് ശ്രീലേഖ മിത്ര തന്നോട് പങ്കുവച്ചെന്ന വിവരമാണ് വ്യക്തമാക്കിയത്. എന്തായാലും ഗുരുതരമായ ഒരു ആരോപണമാണ് മലയാളത്തിലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിലൊരു നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇത്തരം ഈ ഹേമ കമ്മിറ്റി അടക്കം വന്നൊരു പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടെ, ഈ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ അവർ പോകാനുള്ള ഒരു തീരുമാനത്തിലെങ്കിലും ആലോചന എന്നാണ് അവർ പറഞ്ഞത്, എന്നാണ് ഞാൻ അറിഞ്ഞത്. അവർ എഴുതരാൻ തയ്യാറാണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ അവർ സ്വാഭാവികമായിട്ട് എൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അതിന് ഞാൻ അവർ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അതിന് സാക്ഷിയായിട്ടുണ്ടാകും. നിയമ നടപടിയെ മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള സാക്ഷിയെ താൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ജോഷി ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീജിത്ത്.